हालेलुया। आज जो हमारे बीच में हालेलुया वचन बोलने के लिए आया है प्रभु का दास हालेलुया प्रिय जॉन मैथ्यू हालेलुया, हम दोनों हालेलुया हालेलुया प्रभु की दया से कम से कम 25 साल 22 साल का परिचय है, रिश्तेदार है, लेकिन परिचय अच्छे से हुआ 22 साल से। जब मैं विश्वास में आए थे हालेलुया हमको अगवा करने के लिए हालेलुया प्रभु ने इस्तेमाल किया हुआ प्रभु का दास है हालेलुया। वो दिल्ली में रहते थे, लेकिन अभी कुछ दिन के बाद अपना मम्मी पापा को देखभाल करने की वजह से वो केरल में अभी रह रहा है हालेलुया। आज हमारे बीच में आया है, मैं परमेश्वर को धन्यवाद करता हूँ। प्रभु का दास आप हमारे बीच में आए, हम हमको धन्यवाद करते हैं। प्रभु आपको आशीष दे, प्रभु की बहुत बड़ा दया करुणा हालेलुया, प्रभु की अपरंपार का प्रेम आपके ऊपर उतरे, प्रभु की दया करुणा हो, परमेश्वर की अद्भुत कार्य आपके द्वारा हमारे बीच में होने पाए। परमेश्वर की पवित्र वचन आगे 45 मिनट हमारे बीच में बोलने के लिए समय है। प्रभु आपको आशीष दे। हम आपके लिए, दासी के लिए, बच्ची के लिए प्रार्थना करते, मम्मी पापा के लिए प्रार्थना करते। आगे का टाइम आपका है। Praise the Lord. परमेश्वर की नाम को महिमा मिले। ഇന്ന് ഇങ്ങനെ വൈകിയ സമയത്ത് ഇങ്ങനെ മീറ്റിംഗിൽ കൂടെ പല സ്ഥലങ്ങളിലേക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു മുഖാന്തരം ദൈവം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज शाम को जूम मीटिंग के द्वारा परमेश्वर का वचन आपके साथ शेयर करने के लिए, बांटने के लिए प्रभु ने मुझे दिया हुआ सुलभ अवसर के लिए मैं प्रभु को धन्यवाद करता हूँ। നിങ്ങളുടെ ദേവദാസനായിരിക്കുന്ന പാസ്റ്റർ ഷിബു പറഞ്ഞതുപോലെ അനേക വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട്. അതുപോലെ പ്രിയ ദേവദാസൻ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്ന സമയങ്ങളിൽ അവിടെ വെച്ചാണ് ദേവദാസന് സ്നാനപ്പെട്ട് ദൈവത്തെ അറിയുവാനൊക്കെ ഇടയായത്. ആ നല്ല സമയങ്ങളൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. हालेलुया, परमेश्वर की दास जैसे बोला हालेलुया, हमको बहुत साल का परिचय है प्रभु में आने के लिए हालेलुया। आते वक्त हालेलुया हम उसी समय से उनके साथ परिचय, प्रभु ने उस बातों को मुझे अभी याद दिला रहा है। സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് ഞാൻ അധികമായിട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ കാണുവാനും രേണുക്കോട്ട് വരണമെന്നൊക്കെ എന്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത്. പക്ഷെ സാധിച്ചില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ, ഇനിയുള്ള നാളുകളൊക്കെ ദൈവം അനുവദിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു മുഖാന്തരം ഒരുക്കട്ടെ. നിങ്ങൾ എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ ആർദ്രമായി വന്ദനം ചെയ്യും. समय की कम होने की वजह से मैं ज्यादा अधिक बातें बताना नहीं चाहता। मैं आप लोगों को बीच में रेणुकोट में आने के लिए बहुत बार सोचा था, दिल्ली में आते जब था, लेकिन प्रभु ने हालेलुया उस समय मुझे ऐसा मौका नहीं मिला। आज लेकिन परमेश्वर ने आप लोगों को सबका चेहरा देखने के लिए और वजन बांटने के लिए, आपका बीच वजन बांटने के लिए अवसर दिया। मैं परमेश्वर को धन्यवाद करता हूँ। ഇന്ന് വൈകിയ സമയത്ത് ദൈവവചനത്തിൽ നിന്നും ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോവേൽ പ്രവചനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. യോവേൽ പ്രവചനം 2:27. ആമേൻ. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. आमेन। तब तुम जानोगे कि मैं इस्राएल के बीच में हूं और मैं यहोवा तुम्हारा परमेश्वर हूं और कोई दूसरा नहीं है और मेरी प्रजा की आशा फिर कभी न टूटेगी। Praise the Lord. ഈ വചനത്തില് നമ്മൾ കാണുന്നത് ഇതൊരു വാഗ്ദത്ത വചനമാണ്. ये वचन हम वायदा का वचन की तरह हम देखता है। ഇത് പറയുകയാണ് ഒരിക്കലും എന്റെ ജനം ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല എന്ന്. അത് നമ്മളെ വീണ്ടും ഉറപ്പിക്കുകയാണ്. ഏത് പ്രതികൂലങ്ങള്, ഏത് പ്രയാസങ്ങൾ നമുക്കുണ്ടായാലും എന്റെ ജനമെങ്കിൽ ആ ജനം ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല എന്നിവിടെ ഊന്നി പറയുകയാണ്. प्रभु हमको कहता है तुम मेरी जन है, मेरी प्रजा की आशा फिर कभी न टूटेगा करके प्रभु हमको आशा देता है, हमारे को धीरज देता है। യോവേൽ പ്രവചനം നമ്മൾ 2-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളും ഭാരങ്ങളും പകർച്ചവ്യാധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് വായിപ്പാൻ തക്കവണ്ണം കഴിയും. എന്നാൽ അതിന്റെ നടുവില്
ദൈവജനത്തെ ദൈവജനത്തോട് അവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഞാൻ നിങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല എന്ന്. हालेलुया। यहाँ योवेल नबी का किताब के अंदर इस्राएली जन बहुत बड़ा परेशानी के द्वारा, बहुत बड़ा दिक्कत के द्वारा, बहुत मुसीबतों को, बड़े महामारियों को, बड़े विपत्तियों को सामना करते वक्त प्रभु उनको बड़े हालेलुया बड़ा धीरज देकर कह रहा है, मैं तुम मेरा जन है, मैं तुम्हारे बीच में हूं, इसलिए तुम कभी डगमगाना नहीं, तुम कभी डरना नहीं, मैं तुमको हालेलुया कभी भी लज्जित होने, कभी तुम्हारा हालेलुया आशा टूटने नहीं दूंगा। നമ്മളൊക്കെ ആരാണ് പ്രിയമുള്ളവരെ? രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന്റെ ഇഷ്ടം ചെയ്ത് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഭക്തന്മാരാണ് നമ്മൾ. हम लोग एक बार अपने आप को सोचिए, हम कौन हैं? हालेलुया, हम लोग प्रभु यीशु मसीह का लहू के द्वारा उद्धार पाकर हालेलुया परमेश्वर की वचन के अनुसार ये धरती पर जीवित रहने वाला लोग है। हालेलुया, हम परमेश्वर का संतान है। എന്താണ് പ്രിയമുള്ളവരെ നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അത് നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാം. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ക്രിയ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ദൈവത്തിന്റെ വചനമാകുന്ന ബീജവും കൊണ്ട് അത് സങ്കലനം ചെയ്ത് അത് ഒരു പുതിയ സൃഷ്ടിയായവൻ രൂപാന്തരപ്പെടുന്നു, അവന് രക്ഷയുടെ മാർഗം ലഭിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കപ്പെടുകയാണ്. उद्धार पाना का मतलब क्या है? बच जाने का, रक्षा प्राप्त करने का मतलब क्या है? परमेश्वर की पवित्र आत्मा का वचन के द्वारा, वचन का बीज के द्वारा, पवित्र आत्मा के द्वारा हालेलुया यीशु मसीह के सामर्थ्य के द्वारा हम हालेलुया एक बीज बनकर हमारे हालेलुया एक नया उत्पन्न होते, नया सृष्टि बन जाता है। हालेलुया, उसी को बोलता है रक्षा, उद्धार। हालेलुया, नया जीवन उसी को बोला जाता है। അതുകൂടെ വ്യക്തമായിട്ട് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ദൈവവചനം എന്ന കെടാത്ത ബീജം അകടത്തി ചെല്ലുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധ ആത്മാവ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യപ്പോൾ ഒരു ദൃഷ്ടി, ഒരു രൂപാന്തരപ്പെടുകയാണ്, ഒരു പുതിയ ജന്മം അവിടെ എടുക്കുകയാണ്. एक बार और बोलते हैं, अविनाश वाला बीज, कभी नष्ट न होने वाला परमेश्वर की पवित्र वचन का बीज एक व्यक्ति के जीवन में जाकर वो गिरकर पवित्र आत्मा के द्वारा एक नया सृष्टि बन जाता है। वो व्यक्ति उद्धार पा जाते हैं, एक नया सृष्टि बन जाता है। उसी को बोलता है उद्धार पाना या रक्षा प्राप्त करना। അങ്ങനെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അനുഭവം പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ വചനത്തിന് അത്രമാത്രം ശക്തിയുണ്ട് പ്രിയമുള്ളവരെ. हालेलुया, एक व्यक्ति का जीवन के अंदर एक प्रभु का अविनाश वाला बीज उधर जो वचन है उतरने के बाद वो व्यक्ति को मन परिवर्तन करता है, बदल देते हैं। इसका मतलब क्या है? उस वचन के अंदर इतनी सामर्थ्य है, एक व्यक्ति का जीवन को पूर्ण रूप से बदलवाने के लिए इतनी सामर्थ्य प्रभु का वचन रखता है। ദൈവവചനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്നു അവിടെ കാണുന്നു. ദൈവവചനം ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉളവാക്കുന്ന ദൈവത്തിന്റെ വചനമെന്ന് അവിടെ കാണുന്നു. അത് രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ വചനമെന്ന് അവിടെ കാണുന്നു. മനുഷ്യനാൽ അസാധ്യമായ ദൈവത്താൽ സാധ്യമാകുന്നുവെന്ന് നമ്മളെ ഉറപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. परमेश्वर का वचन के बारे में हम लिखा है, वो हालेलुया पहाड़ों को, पत्थरों को तोड़ने वाला हालेलुया हथौड़ा जैसा लिखा है, मानव मनुष्यों को जन्म देने वाला शब्द है करके परमेश्वर का वचन के बारे में लिखा है। हमारे जीवन को स्थिर करने वाला, धीरज देने वाला है करके परमेश्वर का वचन है। हालेलुया, ये वचन हमारा जीवन में आएगा तो हम बदल जाते हैं। അങ്ങനെ പറയുന്ന ദൈവവചനമാണ് നമ്മൾക്ക് പറയുന്നത്, ഞാൻ നിങ്ങളുടെ നടുവിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല എന്ന്. ये वचन हमको आज रात को, हमारी शाम को परमेश्वर का वाणी हमको वायदा करते हैं, मैं तुम्हारे बीच में अगर है तो तुम कभी भी लज्जित नहीं होगा, तुम्हारी आशा कभी नहीं टूटेगी। പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടാണ് പ്രിയമുള്ളവർ. बहुते बार हम लोगों को हालेलुया विश्वास में कमी घटी इसलिए होता है
परमेश्वर की उपस्थिति को हम महसूस नहीं करता। നമ്മൾക്ക് ലജ്ജിപ്പാനുള്ള കാരണം ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. हमारा आशा टूटने की मतलब बात इसलिए कि परमेश्वर की उपस्थिति को हम लोग महसूस नहीं करते हैं, इसी वजह से हम लोग लज्जित हो जाता है, हम लोगों का आशा टूट जाते हैं। ദൈവ സാന്നിധ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്കറിയാം, പുറപ്പാട് പുസ്തകത്തില് നമ്മൾ അത് 40-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് മോശ ഇങ്ങനെ പറയുന്നുണ്ട്. മോശ ഇങ്ങനെ സകല പ്രവൃത്തികളും സമാപിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ആകാശത്തു നിന്നും ഇറങ്ങി വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. हालेलुया। हम देखते हैं प्रभु की आज्ञाओं को पूरी तरह से मूसा नबी पूरा करने के बाद, हालेलुया, प्रभु ने जैसे उनको बोला ये काम करो वो काम करो, जो भी बातें प्रभु ने उनको जब, हालेलुया, इस तरीके से वाजा का संदूक, मिलाप वाला तंबू, ये सब बनाने के बाद प्रभु ने जैसे जब मूसा ने प्रभु की इच्छा के अनुसार जब पूरा किया है, तो हम देख सकता है वहां, हालेलुया, हालेलुया, उसका 34वां वचन के अंदर ये लिखा है, हालेलुया, तब मिलाप वाला तंबू पर परमेश्वर का बादल मिलाप वाला तंबू पर छा गया और यहोवा का तेज निवास स्थान में भर गया करके लिखा हुआ है। ദൈവം മോശയോട് എന്തൊക്കെ അരുളി ചെയ്തോ അതൊക്കെ താൻ പടിപടിയായി നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ദൈവ സാന്നിധ്യം മോശയ്ക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. मूसा को प्रभु ने क्या क्या आज्ञा दिया, जब वो आज्ञाओं को मूसा ने जब पूरा किया तो प्रभु की तेज उस जगह पर उतर आया। അതിന്റെ 36 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുവാസത്തിൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും, മേഘം ഉയരാതിരുന്നാൽ അത് ഉയരും നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. उसका 40 वचन का 40 अध्याय का 36 का उस पर लिखा है, हालेलुया, इसराइली लोगों के बारे में लिखा है, इसराइलियों की सारी यात्रा में ऐसा होता था कि जब जब वह बादल निवास के ऊपर उड़ जाता तब तब वे कुछ करते थे, मतलब यात्रा शुरू करते थे। यदि वो ना उड़ता तो जिस दिन तक वह ना उड़ता था उस दिन तक वे कुछ नहीं करते थे, मतलब वो यात्रा शुरुआत नहीं करते थे। അത് ചുരുക്കമായിട്ട് പറഞ്ഞാൽ അവരുടെ ഏതൊരു പ്രോഗ്രാമിന്, ഏതൊരു പരിപാടിക്ക്, അവരുടെ ഏതൊരു കാര്യത്തിന് പോവുകയാണെന്നുണ്ടെങ്കിലും ദൈവ സാന്നിധ്യം അവർക്കുണ്ടോ ഇല്ലയോ, ദൈവം ഇത് പറയുന്നുണ്ടോ, ഇത് പോകണമോ വേണ്ടായോ എന്ന് ദൈവത്തിന്റെ അരുളപ്പാട് എന്താണ് എന്നുള്ളത് അവരുടെ ആ മേഘം സമാഗമന കൂടാരത്തെ മൂടുമ്പോൾ അവർക്ക് മനസ്സിലാക്കുമായിരുന്നു. അതനുസരിച്ചായിരുന്നു അവരുടെ സകല പ്രയാണങ്ങളും യാത്ര തുറന്നിരുന്നതെന്ന് ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. मूसा के द्वारा, हालेलुया, इस्राएली जनों के बारे में जब हम ऐसा कर सकता है, जब भी वो लोग कुछ भी जीवन में कार्य करना या यात्रा करना या कोई भी चीज का आरंभ करना, जब तक पवित्र आत्मा का गवाही उनके जीवन में नहीं होते तो वो लोग कभी नहीं करते थे। പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ ഇവിടെ വായിച്ചത് നമ്മൾ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല എന്നാണ്. ആരും ലജ്ജിച്ചു പോകുകയില്ല. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനങ്ങള്, അല്ലെങ്കിൽ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ ആ ഇസ്രായേൽ ജനങ്ങള് ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല എന്നാണ് നമ്മൾ ഇവിടെ യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. हालेलुया, यहाँ हमने आज जो वचन पढ़ा उस पर क्या लिखा है, हमारी आशा कभी नहीं टूटेगी। इसका मतलब है, हालेलुया, परमेश्वर कौन नहीं लज्जित होगा, कौन किसकी आशा नहीं टूटेगा? जो लोग प्रभु को उपस्थिति को महसूस करेगा, जो लोग परमेश्वर की वचन के अनुसार जो चलेगा, प्रभु की पवित्र आत्मा का, हालेलुया, उपस्थिति को महसूस करेगा, उनकी जीवन में कभी लज्जित होने ना पड़ेगा, ना उनकी आशा टूटेगा। എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മള് ലജ്ജിച്ചു പോകുവാൻ തക്കവണ്ണം കാരണം? എന്താണ് ലജ്ജയുടെ കാരണങ്ങൾ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ലജ്ജയ്ക്കുള്ള കാരണങ്ങൾ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകും. हालेलुया, हम लोग लज्जित होने का, हमारी आशा टूट जाने का कारण क्या क्या है? कभी हम सोचे हैं, हालेलुया, हमारे जीवन में
हालेलुया, उसमें 2-3 बातें हैं। हालेलुया, हम लोगों को हमेशा उसी का जानकारी होना चाहिए कि हालेलुया हम लोग हमारे परमेश्वर की इच्छा के अनुसार हमारे जीवन में कार्यों को क्यों नहीं होता है करके हमको जानना जरूरी है। हालेलुया, रिबला बना बना, उधर थोड़ा सिग्नल कम है उनका, अभी कट गया है। प्रार्थना करें। हालेलुया, 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 ईश्वरजा धन्यवाद, ईश्वरजा धन्यवाद, ईश्वरजा धन्यवाद, ईश्वरजा धन्यवाद। हालेलुया, हालेलुया, सेकंड फोन में करो। हालेलुया, 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 ओ राजा दी राजा പറഞ്ഞാ हालेलुया, 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 हालेलुया। വീഡിയോ ഓഫ് ചെയ്തോളൂ കേട്ടോ, വീഡിയോ ഓഫ്. അല്ല, അവിടുന്ന് അൺമ്യൂട്ട് ആയെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരുന്നു. അല്ലല്ല, മ്യൂട്ട് ആയിപ്പോയി. അഡ്മിറ്റ് അല്ല, ഇത് സിഗ്നൽ കുറവ്, ഒട്ടും സിഗ്നൽ ഇല്ല അവിടെ. ഓക്കെ, ഞാൻ വീഡിയോ ഓഫ് ചെയ്തോട്ടെ. ആ വീഡിയോ ഓഫ് ചെയ്തോളൂ. ഓക്കെ, കേൾക്കാമോ ഇപ്പം? കേൾക്കാം, കേൾക്കാം, നല്ലോണം കേൾക്കാം. നമ്മള് പ്രിയം, എനിക്ക് ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് ഉറപ്പിക്കട്ടെ. എനിക്ക് പിന്നെ ഇത് എനിക്ക് ഇന്റർനെറ്റ് 2 എണ്ണം വളരെ വീക്ക് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 3ാമത്തെ ഒരെണ്ണം കണക്ട് ചെയ്തതാണ്. പക്ഷെങ്കിൽ ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവും. ഇവിടെ അങ്ങനെ പ്രശ്നമുള്ളതല്ല, എന്തോ എന്റെ മോടെ ഇന്റർനെറ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ബൈ ചാൻസ് കട്ടായി പോവാണെങ്കിൽ രണ്ടാമത് ഞാൻ വേറെ അടുത്ത ഒരെണ്ണം കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ ഏതായാലും ഇത് ഓക്കെ, ഇങ്ങനെ പോകട്ടെ. സാധാരണ രീതിയിൽ ഞാൻ ഇങ്ങനെ പ്രശ്നമുള്ളതല്ല. ഓക്കെ, അതാണെങ്കിലും मेरा यहाँ जहाँ से मैं बात कर रहा हूँ वहाँ इंटरनेट का प्रॉब्लम नहीं है, लेकिन आपको मालूम है अभी केरल में बहुत बड़ा बारिश और तूफान चल रहा है, लेकिन आज शाम से थोड़ा इंटरनेट का प्रॉब्लम है। 2-3 कनेक्शन मैंने बार चेंज कर रहा है। अगर बीच में अगर आवाज बंद हो गया तो मैं तुरंत दूसरी से मैं बात करूंगा। आप लोग प्रार्थना के साथ बैठे रहे। പ്രൈസ് ദി ലോർഡ്. നമ്മള് ചിന്തിച്ചത് ലജ്ജയുടെ കാരണങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോഴാണ്. हम लोगों को हमने आज ध्यान ये किया हमारे जीवन में आशा टूटने का हालेलुया सबसे कारण क्या क्या है? सबसे बड़ा है हमारी प्रतीक्षा। हम जिस वस्तु के लिए आशा करते हैं वो जब टूट जाते हैं हम लोग लज्जित हो जाता है। പലപ്പോഴും മാനുഷികമായ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പല പ്രതീക്ഷകളാണുള്ളത്. പ്രിയമുള്ളവരെ, പല പ്രതീക്ഷകളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ട്, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ട്, നമ്മുടെ വസ്തുവകളെ കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ട്. ഇത് പല പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നവരാണ് നമ്മൾ സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത്. हम लोग साधारण लोग क्या करते हैं, धरती पर जब जीतते हैं, प्रभु में जीते हैं, किसी में भी जीते हैं, तो हम बड़े बड़े आशाओं को रखता है, बड़े बड़े प्रतीक्षा, बड़े बड़े चीजों को उम्मीदें रखते हैं। जब वो उम्मीदें टूट जाने लगता है तब हम लोगों को क्या होता है कि विश्वास में धक्का लग जाता है, हमारी आशा टूटने लगता है। അപ്പൊ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ നമ്മൾക്ക് ലജ്ജയും ഭയവും ഉണ്ടാകും. അപ്പോൾ കൂടുതലും ദൈവവിശ്വാസികളായിട്ടുള്ള നമുക്ക് ക്രിസ്തുവിൽ നമ്മൾ ഉറപ്പുള്ളത് കൊണ്ട് നാളത്തെ കാര്യം നമ്മൾക്കുള്ളതല്ല എന്നുള്ള ചിന്ത നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ ഭരിക്കാൻ തക്കവണ്ണം ഇടയാകണം. പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചറിയണം. നിങ്ങളുടെ ശരീരത്തിൽ അത് അനുഭവിച്ചറിയണം. നിങ്ങൾക്ക് പുതിയ സ്റ്റെപ്പുകൾ വെക്കുവാൻ കഴിയണം. ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങൾ അനുഭവിക്കണം. നാളത്തെ ചിന്തകൾ നമുക്കുള്ളതല്ല എന്നുള്ള പൂർണ്ണ ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാകണം. आज रात को यहाँ मेरे साथ जो वचन सुनने वाला सभी लोगों का जीवन में बहुत बड़े अद्भुत चंगाई, बहुत बड़े हालेलुया कार्य होना है, क्योंकि हम लोगों के लिए, जो विश्वासी लोगों के लिए परमेश्वर की पवित्र वचन के अनुसार ये है कि कल के बारे में हमको कभी चिंता करने की जरूरत नहीं है। जो कल जो दिन है वो हमारी चिंता करेगी। हमारा जीवन में हर एक चीज के ऊपर, हमारा पारिवारिक जीवन में हो या हमारी आर्थिक अवस्था हो या हमारे बच्चों का जीवन में हो या हमारे बच्चों का भविष्य के बारे में हो, आपका खुद का भविष्य के बारे में हो, आपका जॉब के बारे में हो, अनेक के ऊपर हालेलुया आपको परमेश्वर पर प्रतीक्षा रखना है, परमेश्वर पर आप अपना उम्मीद रखना है, तभी आप जीत पाओगे, आप सक्सेस पाओगे, आप हालेलुया आपका जीवन में उन्नति आप पाओगे। നമ്മൾ
പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ആവശ്യം ഇന്നതെന്ന് അറിയുന്ന സ്വർഗസ്ഥനായ പിതാവാണ് നമ്മുടെ പിതാവ്. നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത് പ്രിയമുള്ളവരെ. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ട്യൂണുകളല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകളാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്നുള്ളത് കൊണ്ട് ഏത് നിമിഷത്തിലും എവിടെയായിരുന്നാലും നമുക്ക് ദൈവസന്നിധിയിൽ ദൈവം എന്നെ വ്യക്തമായി അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്നൊരു ചിന്തയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നാളത്തെ കാര്യം ദൈവം നടത്തുവാൻ തക്കവണ്ണം വിശ്വസ്ത ദൈവമാണ്. हालेलुया। आप सोचते हैं कि मैं बहुत अच्छे लैंग्वेज में, भाषा में मैं प्रार्थना करूं, वो प्रभु सुनेगा तो प्रभु बड़ा आनंद होगा। हालेलुया। प्रभु आपकी आप मुंह से निकलने वाला, आपको प्रार्थना जोर से करना ही करना है। आपकी मुंह से निकलने वाले शब्दों को केवल नहीं प्रभु देखता, आप उस समय आपका दिल के अंदर किस तरीके से, इसलिए बोलता है टूटा हुआ मनों के साथ हालेलुया प्रभु के चरणों, आपके दिल के अंदर आप क्या उम्मीद रखता है, हालेलुया किस तरीके की सोच है आप जो रखता है उसी को प्रभु देखता है। हालेलुया। अगर आप अच्छे सोच रखेगा तो, अच्छे विचार रखेगा तो, अच्छे हालेलुया बातों को अपना मन के अंदर रखेगा तो आपका जीवन में बहुत बड़ा सफलता हालेलुया प्रभु पूरा करेगा। आपका जीवन हालेलुया बहुत अच्छी तरह से उन्नतियों की ओर जाएगा। നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് ജീവിതം തീർക്കുവാനുള്ളവരല്ല പ്രിയമുള്ളവരെ. ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ക്ഷണികമാണെന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം, അതെപ്പോഴും ഭരിക്കണം. നമ്മൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 10ൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ 1 വർഷം അവർ പഠിച്ചു കഴിയുമ്പോൾ എന്നാണ് ഞാൻ 11ാം ക്ലാസ്സിൽ കയറുന്നത് എന്നുള്ള ചിന്ത അവരെ ഭരിക്കുവാൻ തക്കവണ്ണം ഇടയാവും. हालेलुया। हम लोग ये केवल ये धरती के लिए थोड़ी समय को उम्मीद रखने वाला लोग नहीं है। हमारा जीवन हालेलुया धरती का केवल कुछ समय के लिए, अनंत काल का जीवन पाने के लिए प्रभु यीशु मसीह पर विश्वास किया। परमेश्वर ने यीशु मसीह को धरती पर मानव की पापों को छुटकारा देकर स्वर्ग राज्य में ले जाने के लिए यीशु मसीह को उनको हमने स्वीकार किया है। तो हमारे जीवन में हम लोग हालेलुया विश्वास करना चाहिए कि हालेलुया हमारा एक बहुत बड़ा अनंत काल का जीवन है। जैसे छोटे बच्चा 1-2 क्लास में जब पढ़ते पढ़ते उनके अंदर एक आशा होता है मैं बड़े क्लास में, जैसे इंटरमीडिएट में, मैं ग्रेजुएट में किस तरीके से पहुंचा, उसी जैसा आग्रह रहता है, उसी जैसा हमारे अंदर भी होना है। നമ്മള് പ്രതീക്ഷ നമ്മൾക്ക് എവിടെയാണ് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഉള്ളത്. നമ്മൾ ഈ ഭൂമിയിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അല്പകാലമുള്ള ഭൂമിയിലെ ജീവിതമാണ് നമ്മൾക്കുള്ളത്. നമ്മൾക്ക് ഈ ഭൂമിയിൽ വേണ്ടുന്നതെല്ലാം ദൈവം തരുവാൻ വിശ്വസ്തനാണ്. നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു പാലം കയറി ഇറങ്ങുന്നത് പോലെയുള്ള ഒരു ജീവിതമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കരെ നിന്നും അക്കരെ എത്തുന്ന ഒരു പാലത്തിൽ കൂടെ കയറി ഇറങ്ങുന്നത് പോലെ. ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പ്ലെയിനിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ്. എനിക്കറിയാം രേണുക്കോട്ടിൽ നിന്നും ട്രെയിന് ഡൽഹിക്ക് പോകുന്നുണ്ട്, ഡൽഹിയിൽ നിന്നും രേണുക്കോട്ടിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ പ്ലെയിൻ സർവീസുകളും ഉണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്ലെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ല ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്നാക്സ് കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ ചായ കുടിക്കാൻ തന്നിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ആഹാരങ്ങളൊക്കെ നമുക്ക് അതിന്റെ വഴിയാത്രയിൽ തന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ പ്ലെയിനിൽ തന്നെ ഇരുന്ന് കളയാമെന്ന് നമ്മൾ ചിന്തിക്കുന്നവരല്ല. നമുക്ക് നമ്മൾ രേണുക്കോട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡൽഹിയിൽ ചെന്ന് ഇറങ്ങുവാൻ വേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ ചെന്ന് ഇറങ്ങും. നമുക്ക് ചായ കിട്ടുന്നത് കൊണ്ട്, എന്നാൽ ഇന്ന് ദിവസം മൊത്തം അല്ലെങ്കിൽ നമുക്ക് ആഹാരം കിട്ടുന്നുണ്ട്, അതിലിരിക്കാം, അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ വളരെ മാന്യമായ വളരെ വിഭവസമൃദ്ധമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ അതൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ ഡൽഹിയിൽ തന്നെ ഇറങ്ങുവാൻ തക്കവണ്ണം നമ്മൾ ചിന്തിക്കും. हालेलुया। हमारे लिए एक हालेलुया स्थान है, पहुंचने वाला स्थान है, ये हमारे जीवन में विश्वास रखें। उदाहरण के तौर पर हम आपको बोलते हैं, हम हालेलुया जो ट्रेन में यात्रा करते, अलग अलग गाड़ियों में यात्रा करते, जैसे हम ट्रेन में यात्रा किया तो जैसे हम यहाँ रेणुकूट से दिल्ली की ओर यात्रा किया तो उसमें खाना मिलता है, चाय मिलता है, अलग अलग आपकी शारीरिक जरूरत का हर एक चीजों को मिलता है। इसका मतलब ये नहीं है कि ठीक है ये ट्रेन में सब मिल जाता है मैं इसी में बैठ जाऊंगा। हम लोग जिस स्थान के लिए हालेलुया जिस गंतव्य के लिए हम गया है हालेलुया उस जगह जब पहुंचेगा उस जगह में हमको उतरना जरूरी है। हालेलुया इसका मतलब है ये जो जीवन का एक अंत है हालेलुया इसका ये कहीं ना कहीं समाप्त है, हमको वहां उतरना है। वो प्रभु ने हमारे लिए अनंत काल का जीवन रखा हुआ है। ഇങ്ങനെ പ്രിയമുള്ളവരെ ഒരു യാത്ര
യാത്രയിലാണ് നമ്മൾ. യാത്രയിൽ കിട്ടുന്ന ഈ സ്നാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചായ എന്ന് പറയുന്നത്, ആഹാരം എന്ന് പറയുന്നതൊക്കെ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന നന്മകളായിട്ട് നമ്മൾക്ക് അതിനെ കണക്കുമാക്കിയാൽ മതി. നമ്മൾക്ക് കിട്ടുന്ന എത്ര അനുഗ്രഹങ്ങളാണെങ്കിലും യാത്രയിൽ നമുക്ക് പോകേണ്ടതിന് അനുദിനം ദൈവം തരുന്ന നന്മകൾ എന്ന് മാത്രം അതിനെ കണക്കുകൂട്ടിയാൽ മതി. നമ്മുടെ ഉദ്ദിഷ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ അനന്തകാലം നമ്മൾ വസിക്കേണ്ട സ്വർഗരാജ്യമാണ്. അതൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഓരോ ദിവസവും വിശ്വാസത്തിൽ നീതിമാൻ ജീവിക്കുന്നത് പോലെ നമ്മുടെ പ്രത്യാശപരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കേണ്ടതിന് സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ പടികളാണ് നമ്മൾ ഓരോ ദിവസവും ഈ ഭൂമിയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ये जो ट्रेन में जो चाय मिलता है, खाना मिलता है, स्नैक्स मिलता है, वो सब हालेलुया उसी जैसे ये धरती पर जो हमारे जीवन के लिए जो जो चीजें हमको मिल जाते हैं उसी जैसा हम उनको देख रहे हैं, क्योंकि जब जगह पहुंचेगा हमको उतरना है। ये धरती के थोड़ी दिन का जिंदगी है, जैसे यात्रा थोड़ी समय का है, उसी जैसे ये धरती का भी एक यात्रा है। हमको यात्रा समाप्त का एक दिन है, हालेलुया हम लोगों को उतरने का एक दिन है, हालेलुया। इसलिए इस यात्रा में हमारी विश्वास जीवन को मजबूत करे, परमेश्वर की वचन की और करीब आए, प्रभु की प्रार्थना में हम बने रहे, विश्वास को दिन के दिन बढ़ाए, क्योंकि हमारे लिए अनंत काल का जीवन प्रभु ने रखा है। वहां हमको प्रभु के संग संग रहना है। वही उम्मीद हमारे जीवन में हमेशा होने पाए। ദൈനംദിനമുള്ള നമ്മുടെ യാത്രയിൽ, ജീവിതയാത്രയിൽ നമ്മൾ അനേകരെ കണ്ടുമുട്ടേണ്ടവരാണ്, അനേകരോട് നമ്മൾ സംസാരിക്കേണ്ടവരാണ്. അവർക്കൊക്കെയും യേശുവിനെ അറിയാത്ത അനേകായിരങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ഈ ജീവനുള്ള ദൈവത്തെ അറിയാത്ത 10,000ങ്ങളുടെ നടുവിലാണ് നമ്മൾ വസിക്കുന്നത്. എങ്കിലും നമ്മൾ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചോണം, ദൈവം വഴി നടത്തുന്നു എന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും പ്രത്യാശയും ഉള്ളവരായിരിക്കണം നമ്മൾ. പ്രിയമുള്ളവരെ, ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. कंटिन्यू चाहिए। ओके, हालेलुया। मैं आपको ये बताता हूँ, ये ट्रेन यात्रा की तरह हालेलुया हम लोगों को ये धरती पर जब हम जीते हैं, हालेलुया, परमेश्वर के लिए हम लोगों को जब ये यात्रा करते वक्त बहुत तेरे लोगों को हम लोगों को मिलते हैं। हमारा काम होते हैं हम कौन है करके उनके सामने एक गवाही के तौर पर रखना। वो लोग हमारे को पहचाने, हम जैसे प्रभु में आया वो लोग भी ये सच्चाई बात को जानना है, नहीं तो वो लोग क्या करेगा, हालेलुया, ये यात्रा में टूट जाएगा, खत्म हो जाएगा। हम वो लोगों को प्रभु के लिए हालेलुया बचाना हमारा काम है। मैं एक उदाहरण के तौर पर आपको बताना चाहता हूँ। ഒരു മാതാവിന്റെ വയറ്റിൽ 2 കുഞ്ഞുങ്ങൾ കിടക്കുകയാണ്, ഗർഭസ്ഥ ശിശുക്കൾ 2 കുഞ്ഞുങ്ങൾ കിടക്കുകയാണ്. അവരുടെ അങ്ങോട്ട് 2 പേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരം, ഒരാള് പറയുകയാണ്, എന്തൊരു കഷ്ടപ്പാടാണ്, ഇവിടെ ഒട്ടും സ്ഥലമില്ല, നമുക്ക് നേരെ കിടക്കുവാൻ ഒക്കുന്നില്ല, നമുക്കൊന്നും കാണുവാൻ കഴിയുന്നില്ല, നമുക്കൊരു ടേസ്റ്റുമില്ല, എന്തൊരു ജീവിതമാണ്, ഇങ്ങനെ ഒരു ജീവിതമേ ശരിയല്ല എന്നുള്ള ആ ഒരു പൈതൽ അങ്ങനെ പറയുമ്പോൾ മറ്റേ പൈതൽ പറയുകയാണ്, ഇവിടെ നിന്നും തീർച്ചയായിട്ടും ഒരു മോചനം ഉണ്ടാകും, ഇവിടെ നിന്ന് നമുക്കൊരു വേറെ ഒരു ജീവിതം കാണും, ഇത് തന്നെ ആയിരിക്കത്തില്ല ഈ ഭൂമി, അല്ലെങ്കിൽ നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഇതായിരിക്കത്തില്ല, നമുക്ക് വീണ്ടും കാത്തിരിക്കാം, നമുക്ക് വീണ്ടും അതിനു വേണ്ടി പോകാം, നമുക്ക് കൃത്യമായി നമുക്ക് കാണുവാൻ പറ്റുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, ഒരു വ്യതിയാനം ഉണ്ടാകും, ഒരു വ്യത്യാസം ഉണ്ടാകും എന്ന 2 കുഞ്ഞുങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു സംഭാഷണം. हालेलुया। एक माँ की कोख में, मेरा उदाहरण है, एक माँ की कोख में एक जुड़वा बच्चे है, हालेलुया, उसमें से एक बच्चा दूसरे बच्चे को कह रहा है, देखो ये माँ का पेट के अंदर बिल्कुल जगह नहीं है, अच्छे से घूमने का जगह नहीं है, यहाँ तो बहुत तंग मुसीबत है, अच्छे से हालेलुया ये वो है ये है, बहुतेरे उनके अंदर कंप्लेंट बोलना शुरू कर दिया, हालेलुया। लेकिन हालेलुया दूसरा बच्चा कह रहा है, देखो भैया, देखो ये समय हमारा थोड़ी दिन का है, इसके बाद हमको इस जगह को छोड़ कर जाना है, हम लोग यहाँ परमानेंट लोग नहीं है, हमारा जीवन हालेलुया ये आगे थोड़ा समय के बाद एक बहुत अच्छी जगह पर हम लोग पहुंचने वाले हैं, वहां हमको ऐसे ऐसे चीजें हैं, हम वहां बहुत उम्मीदें हैं, हालेलुया, बड़े हालेलुया, वहां बहुत मम्मी के साथ, पापा के साथ, भाई लोगों के साथ जिंदगी गुजारेंगे करके दूसरे बोले, एक शिकायत करते वक्त दूसरा हालेलुया अपना जीवन का आगे क्या होगा करके उसका उम्मीद रखा हुआ है। അവരുടെ 2 പേരുടെയും ജീവിതം ഇങ്ങനെ ആ മാതാവിന്റെ വയറ്റിൽ ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ചില സമയങ്ങളിലൊക്കെ
ഒരു കരം, അദൃശ്യമായ ഒരു കരം, ചെറിയൊരു കരം വന്ന് അവരെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒന്ന് തലോടുന്നതായിട്ട് അവർക്ക് ഫീലിംഗ് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അവർ കാണാറില്ലെങ്കിലും അവർക്ക് അത് ചെറിയതായിട്ട് ഫീലിംഗ് സെൻസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പറയും, മറ്റേ ആള് പറയും, കണ്ടോ ഇത് ഒരു കരമാണ്, നമ്മളെ താങ്ങുന്ന ഒരു കരമാണ്, ഇത് നമ്മുടെ അമ്മയുടെ കരമാണ് എന്ന് പറയുമ്പോൾ നിന്റെ തോന്നലാണെന്ന് മറ്റവൻ പറയുമെങ്കിലും മറ്റേ കുഞ്ഞ് പറയും ഇത് അമ്മയുടെ തലോട് തന്നെയാണെന്ന് അവൻ പറയും. അല്ലെങ്കിൽ നമുക്ക് വരുവാനിരിക്കുന്ന പ്രത്യക്ഷമാകുന്ന ഒരു കരത്തിൻ്റെതായിട്ടുള്ള ഒരു നിഴലാണതെന്ന് മറ്റേ കുഞ്ഞ് പറയുവാൻ തക്കോണവിടെയായി. हालेलुया। एक बच्चा उस पर जब ये उनका कभी कभी ये बच्चा दोनों पेट पे होता, मम्मी क्या करता, पेट के ऊपर से अपने बच्चों को थोड़ा सा हालेलुया मालिश करते हैं पेट के ऊपर। तब एक बच्चा बोलता है हालेलुया, ये देखो मम्मी की हाथ है, मम्मी हमको हालेलुया अपने हाथों से हालेलुया वो बड़े अच्छे से आशीष दे रहा है, हमारे को अच्छे अनुभूति हो रहा है करके बोलता। दूसरा बोलता है ये तुम्हारी थोड़ी सी सोच है, अल्लाह ऐसा नहीं है, हालेलुया ये हमारे को हमेशा हमको अपने हाथों में लेने वाला, ये हालेलुया हमको अपने अपना हाथों में लेने वाला एक मम्मी है बाहर, उन्हीं के पास हमको जाना है, वो है हालेलुया। वो हम उनको देखेंगे, उनके साथ हम चलते रहेंगे। दोनों आपस में बड़े बड़े अलग अलग रीति का चर्चा कर रहा है। പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭൂമിയില് നമ്മൾ ഇങ്ങനെ ജീവിതം നയിക്കുമ്പോൾ, ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ അകത്ത് കിടന്ന് പറയുന്നത് പോലെ പല രീതികളിലാണ് ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങൾ കാണുന്നവരാണ് പ്രിയമുള്ളവരെ വിശ്വാസികൾ എന്ന് പറയുന്നത്. എപ്പോഴും ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അദൃശ്യമായ കരം നമ്മൾ ഒരു ദിവസം കാണുമെന്നുള്ള പ്രത്യാശയാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നത്. ഈ കുഞ്ഞുങ്ങള് അകത്ത് കിടന്നു കഴിഞ്ഞെങ്കിലും അവർ ഓരോ ദിവസവും പുറത്തു വരും. പുറത്തു വന്നാലും അവർക്ക് വ്യത്യാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ അമ്മയെയും ഈ കുഞ്ഞിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഈ പുക്കിൾക്കൊടി, കോഡ്, അത് മുറിച്ച് രണ്ടായി മാറ്റി കഴിയുമ്പോഴേ അത് ആ വ്യത്യാസം, അതായത് ഈ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കുമുള്ള പിന്നെ പുക്കിൾക്കൊടി മുറിച്ചു കഴിയുമ്പോൾ മാത്രമേ, മുറിച്ചതിന് ശേഷമാണ് ഇവര് സ്വന്തമായിട്ട് ശ്വാസം എടുക്കുന്നത്, ഈ ഭൂമിയിലേക്ക് അവർ പിറന്നു വീഴുന്നത്, അവരുടെ ജീവിതം വ്യത്യസ്തമായി ഒരു മനുഷ്യനായി, ഒരു കുഞ്ഞായി, പൂർണ്ണമായ കുഞ്ഞായി തീരുന്നത് എന്ന് പറയുന്നത് പോലെയാണ് പ്രിയമുള്ളവരെ ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പലപ്പോഴും സ്വർഗീയമായ ദൈവത്തെ യഥാർത്ഥമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. ഈ ഭൂമിയുടെ ചിന്തകള്, വിചാരങ്ങള്, ഭൂമിയുടേതായ ആകർഷണങ്ങള്, അതിൻ്റെതായ ജഡീക മോഹങ്ങള്, ജഡീക ചിന്തകൾ നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവികമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾക്കായിരിക്കുമ്പോൾ, സ്വർഗീയമായ പിതാവിനുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ നമുക്ക് ആ ബന്ധത്തിലേക്ക് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. हालेलुया। जैसे ये दोनों बच्चे लोग मम्मी के कोख में अलग अलग बातों को कहते हैं, हालेलुया हम जानते एक दिन ये बच्चा दोनों हालेलुया बाहर आते, मम्मी का प्रसव के द्वारा बाहर आते, मम्मी का शरीर से उनको समुद्र करने वाला माफी को हालेलुया जो हालेलुया उसको काट कर वो लोगों को ये धरती पर लाते। उसके बाद ये धरती की अनुभूतियों को हालेलुया वो महसूस करते वक्त उनकी एक अलग जीवन बहता है। उसी जैसा है हम लोग ये धरती पर रहते वक्त हालेलुया मम्मी की हाथ जिस तरीके से वो बच्चों को जीवन में हालेलुया अनुभूति हुआ है, उसी जैसा परमेश्वर की हाथ हमेशा हमारे जीवन में हमको महसूस करते, प्रभु की अगुवाई हमको होते। एक दिन हालेलुया हम लोगों को ये धरती से हटाकर, ये धरती का हालेलुया लालच से, धरती का झूठ से, धरती का बीमारी से, धरती के अंधकार की कामों से हमको हटाकर एक स्वर्गीय जीवन में ले जाकर हम अनंत काल का जीवन में, ये जो धरती है जो हमको पीछे खींचता है, ये धरती से जब हम कट जाते हैं एक अलग जीवन, एक नया जीवन, एक अनंत काल का जीवन हम हमेशा 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 हालेलुया हमारे जीवन में महसूस करते हैं। സമയം എപ്പോഴാണ് തീരാറായോ? തീർന്നോ? 8:40 വരെ എടുത്തോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ദൈവദിനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലെ ഈ ജീവിതത്തില്, ഈ ഭൂമിയിലെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തില്, നമ്മുടെ ജീവിതത്തില് നമുക്ക് പലപ്പോഴും പല പ്രശ്നങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്വർഗരാജ്യത്തിന് വിപരീതമായ പല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വരും. എങ്കിലും നമ്മുടെ അദൃശ്യമായ ദൈവത്തിന്റെ കരം ഓരോ ദിവസവും അനുഭവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥമായി നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്. ये धरती पर जब हम जीतते हैं हमको अलग अलग तरीके का बातें हमारे जीवन में आते हैं, बीमारियां, परेशानियां और हमारे अंदर अलग अलग सोच विचार,
हालेलुया, ये सब आते हैं, लेकिन इसके ऊपर हम प्रभु यीशु मसीह को अपना जीवन में हालेलुया हालेलुया लाना, उनकी वचनों को रखना और उनकी हालेलुया एक हाथों का स्पर्श हमारे जीवन में, उनकी एक अभिषेक हमारे ऊपर अगर बने रहेगा तो हालेलुया ये जो धरती पर जो भी क्लेश, जो भी कष्ट हम महसूस करते हैं, उसके ऊपर जीत पाने का एक हालेलुया एक अच्छे अवसर हमको मिलता है। സമയം വളരെ കുറവുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പോവുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. हालेलुया, समय का बहुत कमी की वजह से मैं बहुत शीघ्र जाना चाहता हूँ। हालेलुया, आप लोग बड़े श्रद्धा के साथ बैठिएगा। ലജ്ജയുടെ കാരണങ്ങളായി നമ്മൾ പറഞ്ഞത് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് ലജ്ജയും ഭയവും ഉണ്ടാകുന്നതെന്നാണ്. हालेलुया, हम लोगों को आशा टूटने का सबसे परम प्रधान कारण है हालेलुया हमारे उम्मीदें खत्म हो जाता है तब। നമുക്ക് അറിയാം, ദൈവദാസന്മാർക്ക് പോലും പലപ്പോഴും ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് 2 ശമൂവേൽ 6 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ हालेलुया, हम लोग जानते हैं परमेश्वर की पवित्र वचन के द्वारा हालेलुया प्रभु का दास दाऊद के बारे में हालेलुया, ये उनको भी ये धरती पर जब जीते हैं हालेलुया, हम लोगों को उनको भी हालेलुया इनका जीवन में भी आशा टूट जाने की जैसा बातें आए थे। പ്രിയമുള്ളവരെ, ഈ ദാവീദ് ഭയപ്പെട്ട് പോകുവാനുള്ള അല്ലെങ്കിൽ ഭയമുണ്ടാകുവാനുള്ള കാരണം എന്തെന്നുള്ളതാണ് നമ്മളെ ഇവിടെ ചിന്തിപ്പിക്കുന്നത്. वो दाऊद वहां डर जाने का परम प्रधान कारण क्या है, वो है हम आज सोचेंगे। അത് അബീനാദാമിന്റെ വീട്ടിൽ നിന്നും ആ യഹോവയുടെ പെട്ടകം കൊണ്ടുവരുമ്പോൾ ഉസ്സ പെട്ടെന്ന് മരിച്ചു വീണതായിട്ട് നമ്മൾ हालेलुया, हम देखते हैं हालेलुया जब उस दाऊद फिलिस्ती देश से हालेलुया जब प्रभु का वाजा का संदूक लेके आते वक्त उस्सा हालेलुया उसको चूरने की वजह से उस्सा जो व्यक्ति है हालेलुया वहां जल जाता है, खत्म हो जाता है। हम जाना है। നമ്മള് 2 ശമൂവേൽ 6 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് വലിയ ഒരു പ്രതീക്ഷയോടുകൂടിയായിരുന്നു. കാരണം അതിന്റെ 1 അധ്യായത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല ബിരുദന്മാരുമായി വളരെ വലിയൊരു ആഘോഷത്തില് ദൈവത്തിന്റെ പെട്ടകം ഇസ്രായേലിലേക്ക് യെരൂശലേമിലേക്ക് കയറ്റി കൊണ്ടുവരുന്നതായിട്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. हम देखे हैं दाऊद हालेलुया प्रभु की वाजा का संदूक को बड़े आनंद के साथ, बड़े नृत्य के साथ, बड़ा हालेलुया त्योहार के साथ हालेलुया प्रभु की संदूक को लेके यरूशलेम की ओर आते हैं। നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കേണ്ടതാണ്, എങ്കിലും ഞാൻ പെട്ടെന്ന് പറയുകയാണ്. ഇത് ദാവീദ് കൊണ്ടുവരുമ്പോൾ ഇത് 40 വർഷം ശൗല് ഇസ്രായേലിനെ ഭരിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനു മുമ്പേ 1 ശമൂവേൽ 7 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നമ്മൾ കാണുന്നത് 20 വർഷം അവിടെ ആ പെട്ടകം അവിടെ ഇരുന്നു. അതിനുശേഷം ശൗലിന്റെ 40 വർഷം, അങ്ങനെ 60 വർഷം ഓബേദ്ഏദോമിന്റെ 60 വർഷം അബീനാദാമിന്റെ വീട്ടിൽ ആ പെട്ടകം ഇരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. हालेलुया, हम ये प्रभु का वचन को जब ध्यान से पढ़ता है 60 साल तक अमीनादाब करके जो व्यक्ति है उनके घर में ये परमेश्वर का संदूक हालेलुया अमीनादाब के घर पे रहा करके हम हालेलुया मतलब है 40 साल शाऊल का राज्य के समय पर और आगे 20 साल जब दाऊद का समय पर, इतना समय पर अमीनादाब का घर में हालेलुया प्रभु की वाजा का संदूक रखा करके हम देखे हैं। ദൈവം അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകനെ ഏലിയാസർ ഒരാളെയാണ് അവിടെ പെട്ടകം അതിന്റെ സുരക്ഷിതയ്ക്കായി പെട്ടകത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. പെട്ടെന്ന് പറഞ്ഞു പോവുക ഞാൻ. എന്നാൽ ഈ ദാവീദ് വണ്ടിയിൽ കയറ്റി അത് കൈകൊണ്ട് തൊട്ടത്, ദൈവം ഒരു വ്യക്തിയെ പ്രത്യേകം അതിന് അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വ്യക്തി അതിനു വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ദൈവം ആ വ്യക്തിയെ കൊണ്ട് മാത്രം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റൊരുവരെ കൈകൊള്ളുമ്പോൾ ദൈവത്തിന് അനിഷ്ടമായി തീരുകയാണ്. हालेलुया, वहां हम देख सकते हैं दाऊद के साथ लोग जाकर उसको एक गाड़ी पर, बैलगाड़ी पर उसको प्रभु की वाजा का संदूक को रखकर
हालेलुया लेकर यरूशलेम की ओर आ रहा था। रास्ते पे गुस्सा करके एक व्यक्ति है, हालेलुया प्रभु की हालेलुया संदूक को हालेलुया बैल थोड़ा सा हिलने की वजह से और गिर न जाए करके हालेलुया उसको जाकर पकड़ लिया। उसी टाइम हालेलुया वहां हम देख सकते प्रभु की सामर्थ्य उसके ऊपर उतर आया, वो खत्म हो गया करके। मतलब क्या है, जो लोग चुने हुए लोग हैं वही लोग वाजा का संदूक को ही पकड़ सकता है। അബീനാദാബിന്റെ മക്കളായിരുന്നു രണ്ടുപേരും. എങ്കിൽ തന്നെയും നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഞാൻ പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കുവാൻ പാടില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ അനുസരിക്കായ്മതുകൊണ്ട് അന്നത്തെ രാജാവായിരുന്ന ദാവീദിന് പോലും അവിടെ ഭയപ്പെട്ടു പോയി എന്നാണ് അവിടെ ആ വചനത്തിൽ കാണുന്നത്. परमेश्वर जिस तरीके से प्रभु का वाजा वचन के अनुसार प्रभु की वाजा के संदूक के बारे में आज्ञा दिया है, उसी आज्ञा के अनुसार नहीं करने की वजह से आप देखा है दाऊद भी उस समय डर गया. പ്രിയമുള്ളവരെ, അങ്ങനെ ദാവീദ് പേടിക്കാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ദൈവഭക്തനായ ഏലിയാവിന്റെ ജീവിതത്തിലും അവൻ ഭയപ്പെട്ടു എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി ഓടി എന്ന് 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. हालेलुया पहला राजा 1:19 हम देख सकता है जैसे दाऊद यहाँ डर गया, उसी जैसा एलिया ने भी डर कर वहां से भागा करके हम देखे हैं. അവന് അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ ഭയപ്പെട്ട് അവന് ചൂരച്ചെടിയുടെ തണലിൽ കീഴിൽ ഇരുന്ന് എനിക്ക് അങ്ങ് മരിച്ചാൽ മതിയേ എന്ന് പറയുകയാണ്. हालेलुया वहां हम देख सकता है, हालेलुया एलिया वहां जाकर हालेलुया वहां एक जाकर जाऊ के पेड़ के तले बैठ गया दाऊद. वहां जाकर स्वर्गदूत को जब उसको बोलता है, परमेश्वर को बोलता है, प्रभु जी मैं मर जाता तो अच्छा होता. मतलब अपने आप को बहुत ज्यादा डरने वाला व्यक्ति बन गया. അവിടെ വന്ന് അതിന്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറയുകയാണ്, ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യം ചോദിക്കുകയാണ്. അവിടെ വന്ന് അതിനുശേഷം പോയി അവന് നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത് ഒരു ഗുഹയിൽ കയറി അവന് ഒരു രാപാത്രം ചോദിക്കുന്നത്. അവിടെ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ ഗുഹയിൽ ഇരിക്കുന്നത്, നിനക്ക് എന്താണ് ഇവിടെ കാര്യം, നിന്നെ ഒരു പ്രത്യേക കാര്യത്തിൽ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ഏത് പ്രതികൂലം നിന്റെ നടുവിൽ വരട്ടെ, അതിന്റെ നടുവിൽ ഞാൻ പ്രവർത്തിക്കാൻ വിശ്വസ്തനാണ് എന്നുള്ളതാണ് അവിടെ ആ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. हालेलुया वहां से एलिया उड़कर जो पेड़ के नीचे से उड़कर एक गुफा में जाकर बैठ जाता है. वहां परमेश्वर का स्वर्गदूत आकर उससे पूछता है, हे एलिया तुमको यहाँ क्या काम है, तुमको किस मकसद के लिए मैंने अभिषेक किया है, उसी मकसद को पूरा करना है. ഏലിയാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ ഒരു വ്യക്തിയല്ല. ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായില്ല. നമുക്ക് ഏലിയാവിന്റെ യാഗത്തെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാം. സ്വർഗത്തിൽ നിന്ന് തീയിറക്കി യാഗം കഴിച്ച വ്യക്തിയാണ് ഏലിയാവ് എന്ന് പറഞ്ഞാൽ. അത്ര ശക്തമായ ഒരു വ്യക്തിയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയത്തില്ല. എന്നാൽ ചില സമയങ്ങളിൽ വളരെ പേടിപ്പെട്ട്, അല്ലെങ്കിൽ ഇസബെലിനോടുള്ള ബന്ധത്തില് വളരെ പേടിപ്പെട്ട് പോകുമ്പോൾ തന്റെ മനസ്സിന്റെ ആ പതനത്തില് ആ ദൈവത്തിന്റെ സാന്നിധ്യം അവനെ അനുഭവിക്കുകയാണ്. ഏലിയാവേ ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന്. एलिया तो वचन के अनुसार बहुत बड़ा नबी, स्वर्ग से आग उतारा कर हालेलुया प्रभु की वेदी को, प्रभु की चमत्कारी को दिखाया वो व्यक्ति है. हालेलुया आ व्यक्ति देखो एक इसबेल करके एक केवल एक रानी के सामने डर कर हालेलुया गुफा में छुप जाता. वहां स्वर्गदूत आकर पूछता है तुमको यहाँ क्या काम है. ഏലിയാവ് തന്റെ സ്വയരക്ഷയ്ക്കായി പറയുന്നുണ്ട്, പിന്നെ ഇസ്രായേൽ മക്കളെല്ലാം നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു എങ്കിൽ പറയുന്നുണ്ടെങ്കിലും 7000 പേർ എനിക്ക് വേണ്ടി അവിടെ ഉണ്ട് എന്ന് ദൈവം വ്യക്തമായി ഏലിയാവിനോട് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവനെ ഉറപ്പിക്കുകയാണ്, അവന് ധൈര്യം കൊടുക്കുകയാണ്. വീണ്ടും അവനോട് 2-3 കാര്യങ്ങൾ, അസായേലിനെ ആരാമിന് രാജാവാക്കണമെന്നും യഹൂവിനെ ഇസ്രായേലിന് രാജാവാക്കണമെന്നും സാഫത്തിന്റെ മകനായ എലീശായെ തനിക്ക് പകരം പ്രവാചകനാക്കണമെന്നും ഒക്കെ പറഞ്ഞ് അവരെ വീണ്ടും ഉറപ്പിക്കുന്നതായിട്ട് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. हालेलुया वहां प्रभु उनको कुछ एक कामों को सौंपते हैं. हालेलुया वहां प्रभु बोलता है उसको, हालेलुया उसका 15 वचन के अंदर बोलता है, यहोवा ने उससे कहा लौट कर दमिश्क के जंगल को जा और वहां पहुंचकर आराम का राजा होने के लिए हजाएल का और हालेलुया और इस्राएल का राजा होने के लिए निम्सी के पोते येहू को और अपने स्थान पर नबी होने के लिए अबाले होला के शाबत के पुत्र एलीशा को अभिषेक करो करके
कुछ एक कार्यों को प्रभु उसको हालेलुया पीछे हटने के बाद भी, मन में डर आने के बाद भी प्रभु उसको सौंपता है। പ്രിയമുള്ളവരെ, സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുവാൻ പോവുകയാണ്. ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, ദാവീദിനെയും ഏലിയാവിനെയും എടുത്ത് ഞാൻ കാണിച്ചത് ദൈവദാസന്മാർക്ക് പോലും വളരെ ഭയവും പ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ പലപ്പോഴും ദൈവവചനത്തില് എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം അവർ കാണിക്കുമ്പോൾ, അവരെ പൂർണ്ണമായിട്ടും എന്തെങ്കിലും ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ഭയം അവരെ പിടിക്കുമ്പോൾ, അവർക്ക് വളരെ വെപ്രാളം ഉണ്ടാകുമ്പോൾ ദൈവരെ വീണ്ടും ഉറപ്പിക്കുകയാണ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ദൈവം ഉറപ്പിക്കുന്ന ഒരു അനുഭവം കാണിക്കാൻ വേണ്ടിയാണ് ഈ വചനങ്ങൾ ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചത്. हालेलुया। मैं ये वचनों को दाऊद और एलिया के बारे में बोलने के पीछे कारण यही है कि आप देखा है धरती का सबसे श्रेष्ठ लोगों को भी भय और डर अगर उनके जीवन में आए तो उनको हालेलुया आशा टूटने की जैसा मन के अंदर बातें आता है। मैं इसी वजह से हालेलुया, हम केवल मनुष्य है, कुछ एक बातों में हमारे मन के अंदर हालेलुया कमी घटी, विश्वास में कमी घटी आ सकता है। നമ്മൾ വിഭജിക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാല്, നമ്മൾ യുദ്ധക്കളത്തിൽ വെച്ചാണ് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ തോൽവി നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ലജ്ജിച്ചു പോകാറുണ്ട്. हालेलुया। हम लोग एक युद्ध के मैदान में हैं, हालेलुया। वहां जब हम लोग हार जाते, युद्ध में हम हार जाते हैं, हालेलुया, वहां हम लोग हालेलुया हम डर जाते हैं, हालेलुया, हमको बड़ा पराजयता का महसूस होते हैं। യോശുവയുടെ അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട്, യോശുവ എല്ലാം പിടിച്ചടക്കി എന്ന് പറഞ്ഞാലും ചെറിയൊരു പട്ടണമായ ഹായി പട്ടണത്തെ അവൻ ജയിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ഇസ്രായേലിന്റെ നടുവില് ഒരു ശാപമുള്ളത് കൊണ്ട് അവിടെ ജയിക്കുവാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യുദ്ധക്കളത്തിൽ നമ്മൾ ലജ്ജിച്ചു പോകരുത് എന്ന് പ്രിയമുള്ളവരെ നിങ്ങളെ ഞാൻ ഓർപ്പിക്കുകയാണ്. हम देखे यहोशुआ हालेलुया हाई नगर को जब हालेलुया जीतने के लिए गया तो वहां श्राप के वजह से वो जीत नहीं पाता। लेकिन हम प्रभु आज हम एक युद्ध का मुंह भूमि में हो सकता, थोड़ी बहुत बातें हमारे जीवन में आ सकता, लेकिन वहां पीछे नहीं हटना, बने रहना, प्रभु की वचन के अनुसार चलते रहना। മൂന്നാമത്തെ കാര്യം, നമ്മൾ തോറ്റുപോകുവാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിലാണ് നമുക്ക് തോക്കുവാനുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം മുഴുവൻ. അവിടെ നമ്മൾ തോറ്റുപോയാൽ നമ്മുടെ ജീവിതം ശൂന്യമാകും. ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കാണണം. നമ്മൾ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഭാഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ പ്രവചനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. दानियल नबी का 12 का उसका दूसरा वचन हालेलुया हम उठाएंगे, क्योंकि हम लोगों को जीवन में हार जाने का, निराशा होने का, लज्जित होने का हालेलुया सबसे अहम बात यहाँ आता है। यीशु मसीह की दूसरी आगमन में हम लोगों को ये बात हो सकता है, लज्जित हो सकता है। वहां लिखा है 12:2 അതെ 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 जो भूमि के नीचे सोए रहेंगे उनमें से बहुत से लोग जाग उठेंगे, कितने तो सदा के जीवित के लिए और कितने अपनी नामधराई और सदा का अत्यंत गिरौने ठहरने के लिए उड़ जाएंगे। നിത്യ ലജ്ജയ്ക്കായി ചിലർ ഉണരുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മൾ നിത്യ ലജ്ജയ്ക്കായിട്ടല്ല, പിന്നെയോ നിത്യ ജീവനായിട്ട് ഉണരുന്നവരാകണം. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്ന് 1 പത്രോസ് 2:6 നമ്മൾ വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരിക്കലും ലജ്ജിക്കാനുള്ളതല്ല, ലജ്ജിച്ചു പോകുവാൻ നമുക്ക് ഇടവരുത്തരുത്. സങ്കീർത്തനം 34:5 വായിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയോ പ്രകാശരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ലെന്ന്. നമുക്ക് നോക്കുവാൻ ക്രിസ്തു അല്ലാതെ മറ്റൊരിടം നമുക്കില്ല. हम यीशु की मुंह की ओर ज्यादा काल बने रहे। यहाँ हालेलुया लिखे अत्यंत गिरोने ठहरने के लिए कुछ लोग जी उड़ा है करके हालेलुया। यहाँ दानियल का किताब में हम बोलते हैं हालेलुया, भजन संगीता 34 का 1 पे हमने हालेलुया हम पढ़ते हैं हालेलुया, जो जिन्होंने प्रभु की ओर दृष्टि की उन्होंने कभी भी हालेलुया लज्जित नहीं हुआ करके हालेलुया लिखा है। हालेलुया, मैं आपको बताता हूं, हमारा मुंह प्रभु की ओर बने रहे, हम कभी भी लज्जित नहीं होगा। നമ്മള് എല്ലാവരെയും ഇന്ന് രാത്രി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആരും കൈവിടപ്പെട്ടു പോകുവാൻ ദൈവം നമ്മളെ അനുവദിക്കാതെ വണ്ണം നമ്മുടെ ഓരോ വഴിയെയും ഓരോ പാതയെയും നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകാം. 25-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. നമ്മുടെ നമ്മൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നമ്മുടെ ഓട്ടം മുന്നോട്ടോടി ഒരിക്കലും നമ്മൾ തളരാതെ വണ്ണം വിശുദ്ധിയെ തികച്ചുകൊണ്ട് മുന്നോട്ടോടുവാൻ നമുക്കെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളാലെ ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
मैं हालेलुया आखिर में बताना चाहता हूँ, हालेलुया, हम लोग कभी भी लज्जित ना हो, प्रभु में हमारे बीच में है, हमारी आशा कभी ना टूटे, क्योंकि वो हमारे बीच में प्रभु की वचन के अनुसार प्रभु यीशु मसीह के लहू के द्वारा छुटकारा पाकर हमारे आनंद जीवन की भागीदारी होने के लिए हम अपने आप को हालेलुया धीरज के साथ बने रखे। हालेलुया, ये वचन के द्वारा प्रभु हम सबको आशीष दे। हालेलुया, प्रभु सबको जय मसीह। हालेलुया, प्रभु का दास थैंक यू, हमारे बीच में आकर आज श्रेष्ठ वचन बोला। प्रभु आपको, दासी को, बच्ची को, पापा मम्मी को, आपकी मिनिस्ट्री को प्रभु बहुत ऐसे आशीष दे। आगे भी समय मिलेगा तो हमारे बीच में आने के लिए दया कीजिए। प्रभु बहुत ऐसे आशीष दे। अभी ओम प्रकाश पास्टर जी हालेलुया प्रभु का दास के लिए प्रार्थना करेंगे। अनुग्रहकारी दयालु पिता परमेश्वर प्रभु यीशु, फिर एक बार तेरे सन्मुख में चले आते हैं राजा। हालेलुया, धन्यवाद हो, धन्यवाद हो, धन्यवाद हो, धन्यवाद हो, धन्यवाद हो। हाँ पिते रोते थरथराते हुए प्रभु जी, हालेलुया हालेलुया, हम तुझे सत बार नमन करते हैं राजा। हालेलुया, क्योंकि तू उद्धार और छुटकारा प्रभु जी और महिमा के